പാട്ടുകളുടെ ലിറിക്സ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാണ്? വരികൾ. ഇവളും അധികം അങ്ങനെ പാട്ട് കേൾക്കുന്ന ആളാണെന്ന് വെച്ചാൽ അറിയില്ല. ഞാനും അധികം അങ്ങനെ കേൾക്കുന്ന ആളല്ല. വരികൾ ഞങ്ങൾ രണ്ടുപേരെയും താരതമ്യം ചെയ്യുമ്പോൾ എനിക്കായിരിക്കും. അത്രേ ഉള്ളൂ. കാണിക്ക് ചേട്ടാ, ഞാൻ നീ ഇങ്ങനെ കൂടെ കൂടെ കാണിക്കുന്നു പറഞ്ഞ ആൾക്കാർ അതല്ല ബോർഡ് കാണിക്കാനാ പറഞ്ഞേ. അണ്ണ മിക്കവാറും പാടും പിള്ളേരുടെ അടുത്തായാലും. ആണോ? ഒരു പാട്ട് പാടിക്കേ. അങ്ങനെ പറയാം. ഉള്ള സ്നേഹം കളയിച്ച് അടങ്ങുന്ന ആൾക്കാരാണ്. ഒരു പാട്ട് പാടിയാ. അങ്ങനെ ഞാൻ പാടാറൊന്നുമില്ല. ചേട്ടൻ തുടക്കത്തിൽ ഒരു പാട്ടങ്ങ് പാടി തന്നല്ലോ. ഞാൻ അങ്ങനൊന്നും പാട്ടൊന്നും പാടാറൊന്നുമില്ല. പിന്നെ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ. ചേച്ചിന് മുഖത്ത് നോക്കി ഒരു പാട്ട് പാടിക്കേ ചേച്ചിയുടെ. മനോഹരി മനോരഥത്തിൽ മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. കണ്ണടച്ചാ പാടിയ നോക്കാതാ പാടിയ. നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പാടാൻ പറ്റും. അടിപൊളി. നോക്കിക്കഴിഞ്ഞാൽ പാട്ട് മാറ്റിട്ട് വരും. അതല്ലേ രാക്ഷസി പാട്ടുണ്ട്. അന്ന് ചേച്ചി ഒരു പാട്ട് പാടിക്കാൻ ഞാൻ പാടൂല. ഡാൻസ് മാത്രമേ ഉള്ളൂ. ഇത് ഇച്ചിരി വോയിസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ബാലൻസ് ചെയ്തിട്ട് വേണേ പുറത്ത് വിടാൻ. എഡിറ്റ് ചെയ്ത്. ഓക്കെ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ ലേറ്റ് ആകുന്നത് ആരാണ്? അത് വെള്ളമായിരിക്കും. ഞാൻ എനിക്ക് കുളിയൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും, ഡ്രസ്സിങ് ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ അധികം ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി കറങ്ങാൻ പോയിട്ടില്ല. പിന്നെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇവളായിരിക്കും. ആക്ഷൻ സ്റ്റാർട്ട്. ദി എൻഡ്. ഇന്ന് പോയേ. ചോദിക്കട്ടെ, വിയേർഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ആർക്കാണ് കൂടുതൽ ഇഷ്ടം? വിയേർഡ് അതായത് ഇപ്പോ ചപ്പാത്തിയും ഏത്തപ്പഴവും. അത് ഞാനാ. അതെന്തൊക്കെയാ ചേട്ടാ? നീ പറഞ്ഞ ഞാൻ ചപ്പാത്തിയിലൂടെ പഴം കഴിക്കുന്നത്. ചപ്പാത്തി പാല്, ചപ്പാത്തി പാല്, ചപ്പാത്തി പഴം, അതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. പുട്ടും പുട്ടും അച്ചാറും. പുട്ടും പഴവും കൂടെ ഇളക്കിയിട്ട് അച്ചാറും കൂട്ടി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീനാച്ചാറുള്ള സമയത്ത് ഞാൻ മിക്ക ദിവസങ്ങളും ഞാൻ രാത്രി ഞാൻ പുട്ടും പഴവും മീനാച്ചാറും ആയിരുന്നു കഴിക്കുന്നത്. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കൽ പഴം വന്ന സമയത്ത് ഷീച്ചൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന മീനാച്ചാറും കൂട്ടി ഞാൻ ഷീച്ചോണ്ട് ഞാൻ മാടി നോക്കാനല്ലോ സൂപ്പർ നന്നായി. ഇതൊക്കെ പായസവും അച്ചാറും അതിന് ഒരുപാട് ഒരു കഴിക്കുന്നതാണ്. മധുരവും ഈ എരിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ. ആരാണ് പൈസ കൂടുതൽ സേവ് ചെയ്യുന്നത്? അന്നത്തെ കാര്യം ഇല്ല. പിന്നെ രണ്ടുപേരും മുണ്ടാലും സേവ് ചെയ്യാറില്ല. ഓരോ മാസവും ഞാൻ എങ്ങനെ കഴിഞ്ഞു പോയെന്ന് എനിക്കും ദൈവം ഇനി ഞാൻ എങ്ങനെ ഇത്ര അടിച്ചു പൊളിച്ച് ചെയ്യും. സത്യം കേട്ടോ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നില്ല എൻ്റെ ലൈഫിൽ. പിന്നെ എനിക്ക് ആക്ച്വലി കൊച്ചിയിൽ 1.5 ലക്ഷം രൂപയ്ക്ക് മേലെ ഒരു മാസം ചിലവാണ്. കാര്യം വണ്ടിയുടെ CC 32,000 രൂപ വണ്ടിക്ക് CC അടയ്ക്കണം, 22,000 രൂപ ഫ്ലാറ്റിന് റെന്റ് അടയ്ക്കണം, മുകളിലൊരു ഫ്ലാറ്റ് ഉണ്ട് കഥ എഴുതാൻ വേണ്ടി എടുത്തിട്ടേക്കണം, അതിന് 12,000 രൂപ അതിനടയ്ക്കണം. പിന്നെ പിള്ളേരുടെ പിന്നെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ഈ മീനും കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയ സാധനങ്ങളെ വാങ്ങാറുള്ളൂ. എല്ലാം കൂടിയ സാധനങ്ങളെ വാങ്ങാറുള്ളൂ. ടൈഗർ പ്രോൺസ്, മറ്റേ നെയ്മീൻ പോലെ ഏലം വിളിക്ക് എടുത്തോണ്ടിരുന്നുള്ള. അപ്പം ലൈഫും അത്യാവശ്യം പോഷായിട്ടാണ്. ഇങ്ങനെ നോക്കിയാലും 1.5 ലക്ഷം രൂപയുടെ ചിലവ് ഒരു മാസം പല രീതിയിലുണ്ട്. ചിട്ടിക്ക് കൊടുക്കണം. പക്ഷേ ഇത് ഈ മാസം വരുന്നത് വന്നു, അടുത്ത മാസം ഒരു ഐഡിയ ഒന്നുമില്ല, അങ്ങനെ പൊക്കോണ്ടിരുന്നതാണ് ഇത്. എനിക്കിപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഈ ദൈവത്തിൽ ആരോ എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യം. ഞാൻ ഇവിടെ വിളിച്ച് എറണാകുളത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പൈസയുടെ വരുമാനമൊന്നുമില്ല. പോകാമെന്ന് പറഞ്ഞൊരു പോക്കം പോയതാണ് പിള്ളേരുമായിട്ട്. പിന്നെ വരുന്നു ഹരിയുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടി തുടങ്ങുന്നു. ഹരീഷ് എനിക്ക് മാസം ഒരു ചെറിയ പൈസ തരുന്നു. പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ തരും. കാനഡയിൽ അനീഷ്, അവരൊക്കെയാണ് ഇങ്ങനെ കൂടെ പൈസ തരുന്നത്. ഇവന്മാരെല്ലാവരും കൂടെ കുറേ പൈസ പലപ്പോഴായിട്ട് തന്നിട്ടൊക്കെ ഉള്ളത് എടുത്ത് നമ്മൾ ജീവിച്ച് പോയി എന്നുള്ളതാണ്. ഓക്കെ, അത് പിന്നെ സംഭവിച്ചു. ഇപ്പം ബിഗ് ബോസ് സംഭവിച്ചോണെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു എന്നാണ് ഞാനും വിചാരിച്ചു. ഓക്കെ. ഇപ്പം ലേലം വിളിക്കാൻ പോയോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട്? എന്തിൻ്റെ? മീൻ വാങ്ങാൻ തുടങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ലേ. അത് ഹരി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അളിയൻ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അളിയന് മീൻ പിടിക്കാൻ പോകാം, ലേലം പിടിക്കാൻ പോകാൻ പറ്റത്തില്ല. രസമുള്ള പരിപാടിയാണ്. ഓവർ തിങ്കിങ് കൂടുതൽ ആർക്കാണ്? എനിക്കായിരിക്കും. പക്ഷേ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. എന്ന് വെച്ചാൽ എന്താണ് ഓവർ തിങ്കിങ് എന്നല്ല പറഞ്ഞത്, പ്രോപ്പർ തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. പ്ലാനിങ് ബിഗ് ബോസിനകത്ത് ഉള്ള കണക്ക് തന്നെ പ്ലാനിങ് എനിക്ക് ലൈഫിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും.
നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എഡിറ്റർ എന്ത് ചിന്തിക്കുന്നു, ഇതിൽ ഏത് കട്ട് ചെയ്ത് പോകുന്നു, ഏത് എങ്ങനെ പോകുന്നു, അതിന് ഏത് ടാഗ്ലൈൻ വരുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കേട്ടല്ലോ എന്റെ അണ്ണൻ പറയേ. എനിക്കറിയാം. കാര്യം ഞാൻ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ടാഗ്ലൈൻ നിങ്ങൾ കണ്ടുപിടിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന എല്ലാ ടാഗ്ലൈനും എനിക്കറിയാം. ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ടാഗ്ലൈൻ. എനിക്കത് മനസ്സിലാവും. അത് പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുമ്പോഴും എനിക്കറിയാം. ഞാൻ ഫേസ്ബുക്കിൽ റൈറ്റപ്സ് ഞാൻ എഴുതി വരുമ്പോൾ ഞാൻ എഴുതുന്ന എഴുത്തിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാനുള്ള അറിവ് എനിക്കുണ്ടായിരിക്കണം. അഥവാ ഞാൻ എഴുതി വരുന്നതിൽ ഒരു മറുചോദ്യം വന്നത് ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ എഴുത്തിനെ ആ ഉത്തരത്തിലൂടെ തന്നെ ഞാൻ കറക്കി വളച്ചെഴുതും. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിന് തന്നെ അത് എൻ്റെ എഴുത്തിൽ ഉത്തരം ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ എഴുതും. അത് മുമ്പും അങ്ങനെ തന്നെയാണ്. കൂടുതൽ നേരം ഫോണിൽ കുത്തുന്നതാരാണ്? ഞാനോ? ഫോണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ടോ രണ്ടുപേരും? എന്റെ ഫോൺ കൂടെ വിളിച്ചുമ്പോ എടുത്ത് നോക്കും. ഒന്നും അതിനകത്തൊന്നും കിട്ടാനില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കുണ്ട് ഒരു പെണ്ണ് ഇപ്പോഴൊന്നുമില്ല സിനിമ എടുക്കുന്നത്. ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് അഖിൽമാരുടെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് പരിപാടി. അതാ ഞാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കും. നീ എന്തിനാണ് പെണ്ണുങ്ങൾ ചേട്ടാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു കഷ്ടമല്ലയോ എന്തോ മോളെ എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഒരു ലവ് ഒക്കെ അയച്ചു കൊടുക്കും. പാസ്വേഡൊക്കെ ഫോൺ എടുത്ത് നോക്കാം. കാരണം എനിക്ക് അതിനകത്ത് നമുക്ക് വിളിക്കാൻ എന്തെങ്കിലും ഉള്ളവർക്കാണെന്നുള്ളൊരു സാധനം എടുക്കുമ്പോൾ മടി വരേണ്ട കാര്യം. ഞാൻ പിന്നെ ഇടയ്ക്ക് അങ്ങനെ കണ്ടു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മേളിലോട്ട് 3-4 റിപ്ലൈ. ഇതാരും കൊടുത്തു? അത്രേ ഉള്ളൂ, കഴിഞ്ഞ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ടൈറ്റിൽ വിന്നറായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അഖിൽ മാരാർ. ബിഗ് ബോസിലേക്ക് മത്സരിക്കാനേ വരത്തില്ല എന്ന് പറഞ്ഞ അഖിൽ മാരാർ ബിഗ് ബോസിലെത്തുകയും അടിപൊളിയായിട്ട് മത്സരിക്കുകയും പിന്നീട് ആ ട്രോഫി കൊണ്ടങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട്. 2021 ഒരു താത്വിക അവലോകനം എന്ന സിനിമയിലൂടെയാണ് അഖിൽ മാരാർ സ്വതന്ത്ര സംവിധായകനായി മാറിയത്. ഒരു താത്വിക അവലോകനം എന്ന സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചതും അഖിൽ തന്നെയായിരുന്നു. എഴുത്തുകാരൻ കൂടിയായ അഖിൽ അവശേഷിപ്പുകൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സിനിമയോടുള്ള അതിയായ മോഹം കൊണ്ടാണ് അഖിൽ സിനിമയ്ക്ക് പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 5 ഭാഗമായ ശേഷമാണ് കുടുംബ പ്രേക്ഷകരെ അടക്കം അഖിൽ ആരാധകരായി ലഭിച്ചു തുടങ്ങിയത്. സീസൺ 5 ടൈറ്റിൽ വിന്നറും അഖിൽ തന്നെയായിരുന്നു. സീസൺ 5 ഏറ്റവും കൂടുതൽ വൈറലായ എപ്പിസോഡ് അഖിലിന്റെ ഭാര്യയും മക്കളും ബിഗ് ബോസ് ഹൗസിൽ എത്തിയ ദിവസത്തിലേതാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിലെ ഓരോ കാര്യത്തിനോടും പ്രതികരിച്ച് അഖിൽ മാരാറും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അഖിലിന്റെയും ഭാര്യ രാജലക്ഷ്മിയുടെയും ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. ബിഗ് ബോസിൽ അഖിൽ മത്സരിക്കുന്ന സമയത്ത് ഇരുവരും പിരിയുകയാണ് എന്ന രീതിയിലൊക്കെ നിരവധി വീഡിയോകളും പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ബിഗ് ബോസ് മത്സരത്തിൽ നിന്നും ആ മത്സരം കഴിഞ്ഞ പാടെ ഇരുവരും തമ്മിലുള്ള സ്നേഹപൂർവ്വമായ ഒരു ബന്ധമാണ് നമ്മൾ കണ്ടത്.